പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ 30 വർഷത്തിനിടെ ഇന്ത്യയിൽ എവിടെ നിക്ഷേപിച്ചവർക്കാണ് കൂടുതൽ ലാഭം ലഭിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അനലൈസാണ് ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നതിലൂടെ എവിടെ നിക്ഷേപിച്ചാൽ എത്രത്തോളം റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, എവിടെയെല്ലാം എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ താങ്കൾക്ക് ലഭിക്കും. ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം താങ്കൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമിച്ച് ടിപ്സ്. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള അസറ്റ് ക്ലാസിന്റെ പെർഫോമൻസ് ആണ്. കലണ്ടർ ഇയർ വൈസ് ഉള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. 1995 മുതൽ 2024 വരെയുള്ള 30 വർഷം ഓരോ അസറ്റ് ക്ലാസും ഓരോ വർഷം എത്രത്തോളം റിട്ടേൺസ് നൽകി എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫിക്സഡ് ഇൻകം കാറ്റഗറിയിൽ നമ്മൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, പിന്നെ അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റി എടുത്തിട്ടുണ്ട്. പ്രഷ്യസ് മെറ്റൽ കാറ്റഗറിയിൽ ഗോൾഡും സിൽവറും എടുത്തിട്ടുണ്ട്. ഇക്വിറ്റി കാറ്റഗറിയിൽ BSE സെൻസെക്സും പിന്നെ അതോടൊപ്പം തന്നെ നിഫ്റ്റി 500ഉം. BSE സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 30 കമ്പനികളാണ് BSE സെൻസെക്സിൽ വരുന്നത്. നിഫ്റ്റി 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 500 കമ്പനികളാണ് നിഫ്റ്റി 500ൽ വരുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഇൻഫ്ലേഷൻ എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓരോ കലണ്ടർ ഇയർ 1995 മുതൽ ഓരോ കലണ്ടർ ഇയറിലെ പെർഫോമൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇവിടെ ഗ്രീൻ കാണിച്ചിരിക്കുന്നത് ആ വർഷം ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തതും, ഇപ്പോൾ ഇവിടെ റെഡ് ആണെങ്കിൽ ആ വർഷം ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ കൊടുത്തതും ആയിട്ടുള്ള കാറ്റഗറീനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ കളർ കോഡിങ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ 1995 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ വർഷം ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടാണ്. അതായത് 12% റിട്ടേൺ കൊടുത്തു. അതിനുശേഷം സിൽവറും 12% റിട്ടേൺ കൊടുത്തിരുന്നു. ബാങ്ക് നിഫ്റ്റി ഏകദേശം 11% റിട്ടേൺ കൊടുത്തിരുന്നു. ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ കൊടുത്തത് ഇപ്പോൾ നിഫ്റ്റി 500 ആണ്. ഏകദേശം -36% റിട്ടേൺസ് ആണ് കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഇങ്ങോട്ട് താഴേക്ക് നമുക്ക് വരും തോറും നമുക്ക് കാണാവുന്ന ഒരു കാര്യം, 1995 മുതൽ ഏകദേശം ഒരു 2001 വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഏകദേശം ഈ ഫിക്സഡ് ഇൻകം കാറ്റഗറിയിലുള്ള ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി പിന്നെ അതോടൊപ്പം തന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടൊക്കെയാണ് കൂടുതൽ റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് ഡബിൾ ആവും. ഇപ്പോൾ 5 വർഷം കൊണ്ട് നമ്മൾ തുക ഡബിൾ ആകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 15% റിട്ടേൺസ് കിട്ടണം. എന്നാൽ ആ ഒരു ടൈമിൽ ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി കാറ്റഗറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും മോശമായിട്ട് പെർഫോം ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം നമ്മൾ പ്രഷ്യസ് മെറ്റൽ കാറ്റഗറി ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഒരു 2000 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തിരുന്ന ഈ ഫിക്സഡ് ഇൻകം കാറ്റഗറി എല്ലാം ഏറ്റവും ലോവസ്റ്റ് റിട്ടേണിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ കൊടുത്തിരുന്നതെന്ന് വെച്ചാൽ ഇക്വിറ്റി കാറ്റഗറി ആ ഒരു ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുക്കുന്ന ഒരു കാറ്റഗറിയിലേക്ക് എൻട്രി ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് 2000 ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള കാറ്റഗറി, അതായത് BSE സെൻസെക്സും നിഫ്റ്റി 500 ഒക്കെയാണ് ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺ കാറ്റഗറിയിലേക്ക് പോയത് ഫിക്സഡ് ഇൻകം കാറ്റഗറിയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രഷ്യസ് മെറ്റൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റിനും ലോവസ്റ്റിനും ഇടയ്ക്കുള്ള ഒരു റിട്ടേൺ ആണ്. എന്നാൽ ഒരു 2018 ശേഷം നമുക്കിവിടെ കാണാവുന്ന ഒരു കാര്യം, ഗോൾഡ് അത്യാവശ്യം ഒരു ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു കാറ്റഗറിയിലേക്ക് എൻട്രി ആയിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 30 വർഷത്തിനിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ തന്നത് ഏതെല്ലാം കാറ്റഗറി ആണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 30 വർഷത്തിനിടെ പ്രൊവിഡന്റ് ഫണ്ട് 4 തവണ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന കാര്യം, ഇതുവരെ ഒരു തവണ പോലും ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തിട്ടില്ല. ഗോൾഡ് 7 തവണ കൊടുത്തിട്ടുണ്ട്. സിൽവർ 5 തവണ കൊടുത്തിട്ടുണ്ട്. BSE സെൻസെക്സ് 3 തവണ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റി 500 10 തവണ കൊടുത്തിട്ടുണ്ട്. ഒരു തവണ ഇൻഫ്ലേഷൻ ആയിരുന്നു ഏറ്റവും ഹൈ. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ 1998 15.3% ആയിരുന്നു ഇൻഫ്ലേഷൻ. അതിനേക്കാൾ താഴെയായിരുന്നു ബാക്കിയുള്ള എല്ലാ കാറ്റഗറിയും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് നിഫ്റ്റി 500 ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ഇതിൽ ഏറ്റവും മോശം പെർഫോമൻസ് കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട് 1 തവണ ഏറ്റവും മോശമായിരുന്നു. ബാങ്ക് നിഫ്റ്റി 5 തവണ മോശമായിരുന്നു. ഗോൾഡ് 1 തവണ മോശമായിരുന്നു. സിൽവർ 6 തവണ മോശം പെർഫോമൻസ് ആയിരുന്നു. BSE സെൻസെക്സ് 2 തവണ, പിന്നെ അതോടൊപ്പം തന്നെ നിഫ്റ്റി 500 7 തവണ. ഇൻഫ്ലേഷൻ ഇപ്പോൾ നമ്മൾ ഇത് റിട്ടേൺ വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട 8 തവണ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഏറ്റവും ഹയസ്റ്റ് തവണ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്നതും
ഏറ്റവും ലോവസ്റ്റ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് നിഫ്റ്റി 500 ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിഫ്റ്റി 500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറി ആയതുകൊണ്ട് കൂടുതൽ വോളറ്റൈലാണ്, കൂടുതൽ റിട്ടേൺസ് കിട്ടാനുള്ള പോസിബിലിറ്റീസും അവിടെ ഉണ്ട് നമുക്ക് കാണാം. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ നോക്കുന്ന ഒരു കാര്യം 1995 മുതൽ ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞ PPF-ലും FD-ലും ഗോൾഡിലെല്ലാം 1 ലക്ഷം രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എത്ര രൂപ അതിൻ്റെ വാല്യുവേഷൻ ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു അനലൈസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്കളിപ്പോൾ എല്ലാ വർഷവും 1 ലക്ഷം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 30 വർഷമായി, 30 വർഷം കൊണ്ട് 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ ഒരു എമൗണ്ട് ഇപ്പോൾ PPF-ലാണ് താങ്കൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് ആ 30 ലക്ഷം രൂപ ഇന്ന് 129 ലക്ഷം രൂപയായിട്ടുണ്ട്. ആവറേജ് റിട്ടേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 7.9% ആണ്. ഏകദേശം 4 മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ബാങ്ക് ഓഫ് ടി ആണെങ്കിൽ 109 ലക്ഷം രൂപയാണ് അതിൻ്റെ ഇപ്പോഴത്തെ വാല്യുവേഷൻ വരുന്നത്. 7.1% ആണ്. 3.6 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഗോൾഡ് ആണെങ്കിൽ 241 ലാക്സ്, അതായത് 2,41 ലക്ഷം രൂപയായിട്ടുണ്ട്. 11% ആവറേജ് റിട്ടേൺ. 8 മടങ്ങ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് സിൽവർ എടുത്തു കഴിഞ്ഞാൽ 177 ലക്ഷം രൂപയാണ്. 9.5% ആണ് ആവറേജ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത്. 5.9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി BSE സെൻസെക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 429 ലക്ഷം രൂപ, അതായത് 4,29 ലക്ഷം രൂപ ഇപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. 13.8% ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 14 ടൈംസോളം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നിഫ്റ്റി 500 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം 544 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ. അതായത് 5 കോടി, ഏകദേശം ഒരു 5.5 കോടി രൂപയാണ് ആ 30 ലക്ഷം രൂപ ഇപ്പോൾ വളർന്നിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് ഒരു 15.6% ആവറേജ് കോമ്പൗണ്ടിങ് റിട്ടേൺസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അറൗണ്ട് 18 ടൈംസോളം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഈ ഒരു ചാർട്ടിലൂടെ എല്ലാം പോയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം ഒരു 2016 ശേഷം ഇപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ നമ്മൾ BSE സെൻസെക്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം വളരെ ഹൈ റിസ്ക് ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയാൽ BSE സെൻസെക്സ് നോക്കിയാൽ 2016 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ ആകെ ഒരു തവണ പോലും, അതിനു മുമ്പ് 2015 ഏകദേശം 10 വർഷം മുമ്പാണ് ഒരു കലണ്ടർ ഇയറിൽ നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് 4.3% ആണ് ഏറ്റവും മിനിമം റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ തവണയും ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2017 കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ തവണയും ഏകദേശം 8% കൂടുതൽ റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിഫ്റ്റി 500ന്റെ കാര്യം നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ഒറ്റ തവണ മാത്രമാണ്, അതായത് 2018 മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഓഹരി അധിഷ്ഠിത നിക്ഷേപങ്ങളിലേക്ക് എൻട്രി ചെയ്യാം, നമുക്ക് നഷ്ടം വരോ എന്നുള്ളൊരു പേടിയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. പക്ഷെ നമുക്ക് കാണാവുന്ന ഹിസ്റ്റോറിക്കൽ ഡേറ്റ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് നഷ്ടം വരാനുള്ള, കാരണം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് FIIs വന്ന് ഇപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവരൊരു സമയത്തിൽ എല്ലാവരും കൂടി ഒറ്റയടിക്ക് വിഡ്രോ ചെയ്തു പോകും. പക്ഷെ ഇപ്പം നമുക്ക് പറയാവുന്ന ഒരു കാര്യം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനേക്കാൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് വളരെ സ്ട്രോങ് ആണ്. ഇപ്പോൾ ഈവൻ നമ്മുടെ SIPയുടെ കാര്യം തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 27,000 കോടി രൂപ ഒരു മാസം SIP ത്രൂ മാർക്കറ്റിൽ എൻ്റർ ആവുന്നുണ്ട്. അപ്പോൾ 27,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം $3 ബില്യൺ. ഇൻഡു പെട്രോൾ ഒരു 12 മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ലക്ഷം കോടി രൂപ, 3 ലക്ഷം കോടി രൂപയോളം SIP ത്രൂ മാത്രം മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ 50%, 60% ഒക്കെ ഡൗൺ ആകാനുള്ള പോസിബിലിറ്റീസ് ഇപ്പോൾ നമുക്കറിയാം. 2008 ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 56%, 51% ഒക്കെ ഡൗൺ ആയിരുന്നു. അതുപോലെയുള്ള ഒരു കറക്ഷൻസ് ഇനി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വരില്ല എന്നല്ല പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഒന്നും അത്ര പെട്ടെന്നൊന്നും മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകില്ല. പക്ഷേ ഇപ്പോൾ FIIs ആണെങ്കിൽ അവർ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം, അവർ പെട്ടെന്ന് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു ലോങ് ടൈം ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഇതിൽ ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നിഫ്റ്റി 500 ആണ്, ഏകദേശം 15.6%. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ BSE സെൻസെക്സ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സിൽവർ ആണ് ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്ത് ഒരു കറക്റ്റായിട്ട് ശരിയായ രീതിയിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തുമ്മിച്ച ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.